ശൈലിയുടെ കാര്യത്തിൽ ഒഴുക്കിനൊപ്പം നീന്തുക, മൂല്യങ്ങളുടെ കാര്യത്തിലോ ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുക. മുൻ അമേരിക്കൻ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സന്റെ വാക്കുകളാണ്. ശരിയല്ലേ? നമ്മുടെയൊക്കെ രീതികളിൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കണം, മെച്ചപ്പെട്ടേക്കാം, അത് വരികയും വേണം. പുതിയ തലമുറയിലെ പിള്ളേരോട് സംസാരിക്കണമെങ്കിൽ പുതിയ ഭാഷ തന്നെ പഠിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. സ്കിബിഡിയാണത്രേ സ്കിബിഡി, പൂക്കിയാണത്രേ പൂക്കി. ഇതൊക്കെയാണ് പുതിയ തലമുറയിലെ ആളുകളുടെ സംസാരം. വസ്ത്രധാരണം, സംസാരശൈലി, ജീവിതശൈലി, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികൾ, അങ്ങനെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നത് നല്ലതാണ്. ആ നല്ല മാറ്റങ്ങൾ തിരഞ്ഞെടുത്ത് ഒഴുക്കിനൊപ്പം പോകാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ചില നിലപാടുകൾ, മൂല്യങ്ങൾ, സത്യസന്ധത, നീതി, ധാർമ്മികത ഇങ്ങനെയുള്ളവയിൽ നാം ഉറച്ചു തന്നെ നിൽക്കണം. നീതിക്കായി, നമ്മുടെ ശരികൾക്കായി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഭയപ്പെടരുത്, പിന്നോട്ടു പോകരുത്. പാറ പോലെ ഉറച്ചു നിൽക്കണം. വരുന്ന കൊടുങ്കാറ്റുകളെല്ലാം താൽക്കാലികമാണ്. ഒടുവിൽ പാറ എല്ലാത്തിനെയും അതിജീവിക്കും. ഒഴുക്കിനൊപ്പം നീന്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ പ്രതിസന്ധികളൊക്കെ വകഞ്ഞുമാറ്റി ശരികൾക്കൊപ്പം നിലകൊണ്ട് നീങ്ങാൻ സാധിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചു എന്നാണ് അർത്ഥം. ജീവിതത്തിലെ ചെറിയ പ്രവൃത്തികളിൽ പോലും സത്യസന്ധത പുലർത്താൻ നമ്മൾ ശ്രമിക്കണം. കേട്ടിട്ടില്ലേ, സത്യസന്ധത കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കും.